ഈ ലോകകപ്പിൽ ഒരു മത്സരം പോലും കളിക്കില്ലെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന താരം. എന്നാൽ വേൾഡ് കപ്പ് കഴിയുമ്പോൾ വിശ്വ കിരീടത്തിനൊപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് അവാർഡും ഉണ്ടായിരുന്നു. ഒറ്റ പേര്, സഞ്ജു സാംസൺ. ഇത് സഞ്ജുവിന്റെ വേൾഡ് കപ്പാണ്. സഞ്ജു ഇന്ത്യക്ക് നേടിക്കൊടുത്ത വേൾഡ് കപ്പാണ്. ഇന്ത്യയുടെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പ് തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ മറ്റു വഴികളില്ലാതെ സഞ്ജുവിനെ ടീമിലേക്ക് വിളിക്കുന്നു. തുടർച്ചയായ 3 അർദ്ധ സെഞ്ചുറികൾ. ഡു ഓർ ഡൈ മത്സരത്തിനിറങ്ങിയ സൂപ്പർ 8 മത്സരം, സെമി ഫൈനൽ, ഫൈനൽ സഞ്ജു മാത്രമേ ഉള്ളായിരുന്നു. നിരവധി റെക്കോർഡുകളുമാണ് ഈ ഒരു നേട്ടത്തിലൂടെ സഞ്ജു കൂട്ടിച്ചേർത്തത്. വെറും 5 മത്സരങ്ങൾ, 321 റൺസ്, സ്ട്രൈക്ക് റേറ്റ് 199.37, ആവറേജ് 80.25. വിരാട് കോഹ്ലിക്ക് ശേഷം സെമിയിലും ഫൈനലിലും അർദ്ധ സെഞ്ചുറി നേടുന്ന താരം. 2020 വേൾഡ് കപ്പ് ഫൈനലിലെ ഏറ്റവും ഉയർന്ന സ്കോർ. ഒരു 2020 വേൾഡ് കപ്പ് എഡിഷനിൽ ഏറ്റവും കൂടുതൽ സിക്സുകൾ. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ വാരിക്കൂട്ടിയാണ് സഞ്ജു ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയത്. സഞ്ജുവിന്റെ കാര്യമല്ല നമുക്കറിയാമല്ലോ. ടീം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹം ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആയിരുന്നു. എന്നാൽ ന്യൂസിലാൻഡിനെതിരെ നടന്ന മോശം പ്രകടനത്തെ തുടർന്ന് സഞ്ജു ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന ഒരു പൊസിഷനിൽ നിന്ന് മാറുന്നു. ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ ആയിരുന്ന ഇഷാൻ കിഷൻ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുന്നു. വേൾഡ് കപ്പിലെ ആദ്യ മത്സരങ്ങളിൽ കളിക്കാൻ അവസരം കിട്ടുന്നില്ല. ഒരു താരത്തിന് പരിക്കേറ്റത് മൂലം ടീമിലേക്ക് വരുന്നു. വെടിക്കെട്ട് തുടക്കമിട്ട ശേഷം മടങ്ങുന്നു. വീണ്ടും ഒരു താരം ഇല്ലാതാകുന്നതിനെ തുടർന്ന് ടീമിലേക്ക് വരുന്നു. അവിടെയും വെടിക്കെട്ട് തുടക്കമിട്ടതിന് ശേഷം മടങ്ങുന്നു. എന്നാൽ നിർണായകമായ സൂപ്പർ 8 മത്സരത്തിൽ മറ്റു വഴികളില്ലാതെ ടീം സഞ്ജുവിനെ തിരിച്ചു കൊണ്ടുവരുന്നു. പിന്നെ അങ്ങോട്ട് കാണുന്നത് സഞ്ജുവിന്റെ കളിയാണ്. വേൾഡ് കപ്പ് കയ്യിൽ ഉയർത്തുന്ന നിമിഷം വരെ അത് തുടർന്നു. ഒരു മലയാളി ടീമിലുണ്ടായാൽ മാത്രം മതി വേൾഡ് കപ്പ് കിട്ടാൻ എന്ന് വിശ്വസിച്ചിരുന്നവരുടെ ഇടയിലേക്കാണ് ഒരു മലയാളി വിശ്വകിരീടം നേടിയെടുത്തത്.